ഹലോ ഫ്രണ്ട്സ്, ഇങ്ങനെ വെൽക്കം എന്ന് എഴുതണോ നിങ്ങൾക്ക്? അതിനുള്ള ചെറിയൊരു ടിപ്പ് ഞാനിന്ന് ഇതിന്റെ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ചർച്ച ചെയ്യുന്നത് പുതിയതായിട്ട് വീഡിയോസ് ചെയ്തു തുടങ്ങുന്ന ഒരു ടീമായിട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അല്ല ഫാമിലി ആയിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു അടിപൊളി ഹിറ്റ് ആവാൻ ഉറപ്പായിട്ടും ഹിറ്റ് ആകുന്ന ഒരു അടിപൊളി കണ്ടന്റ് ഐഡിയ, എന്ത് കണ്ടന്റ് വേണമെന്നുള്ള എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ ശബ്ദം നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മറ്റു ശബ്ദങ്ങൾ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ കുറച്ച് കാലം മുന്നേ ഞാൻ ഈ മൈക്കൊക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു ഇതിന്റെ ഇതുപോലത്തെ ശബ്ദം ഒഴിവാക്കാനായിട്ടൊരു പിന്നെ ആപ്പ് യൂസ് ചെയ്തിരുന്നു. അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വരാനായിട്ട് എന്ത് ചെയ്യണം, അതായത് ഇവിടെ ക്യാപ്ഷനായിട്ട് ഇങ്ങനെ കാണാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളും കാണുക. എല്ലാവരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് കണ്ടന്റ്, എല്ലാവരും ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ വീട്ടിലെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ടീമായിട്ട്, നിങ്ങൾ കസിൻസ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്റ്റലിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നിങ്ങളൊരു വീഡിയോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു നല്ല ബെസ്റ്റ് ഐഡിയ ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു ഐഡിയ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്ക് എഡിറ്റിംഗ് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഐഡിയ ക്ലിക്ക് ആവും. പെട്ടെന്ന് തന്നെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ നമുക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു അടിപൊളി ഐഡിയ ആണ്. വീട്ടിൽ തന്നെ സീരിയൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ആ പറയുന്ന ഐഡിയ. സീരിയൽ എന്ന് വെച്ചാൽ ഒരു കഥയുടെ ഭാഗമായ മറ്റു കഥകൾ കൂട്ടിച്ചേർത്ത് അങ്ങനെ നമുക്ക് ഒരു വർഷം അല്ലെ 2 വർഷമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സീരിയൽ പോകുന്നത്. അപ്പം നമ്മുടെ കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ ചെലവിൽ, വലിയ ചിലവൊന്നുമില്ല, നമ്മുടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ നമ്മുടെ കുറച്ച് എഫോർട്ട്, ഡബ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള എഫോർട്ട് മാത്രം മതി നമുക്കിത് സക്സസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നിങ്ങൾ കഴിവുള്ള ഒരു ടീം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കുടുംബ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരെ പിടിച്ചിരുത്തുന്ന ഒന്നാണ് സീരിയൽ, അല്ലേ? അപ്പൊ സീരിയൽ പ്രേമികൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്താ ഇതിന്റെ കണ്ടന്റ് എന്ന് വെച്ചാല്, ഒരു കുറച്ച് കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുക, അവർക്ക് അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന മറ്റു കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുക, അവരുടെ ലൈഫിൽ ഓരോ ദിവസം സംഭവിക്കുന്ന കാര്യങ്ങൾ കാണാനാണ് നമ്മുടെ അച്ഛനമ്മമാരും ആന്റിമാരൊക്കെ ഇങ്ങനെ ആ ഒരു 7 മണി എന്നുള്ള സമയമാകുമ്പോൾ പല ചാനലുകളുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ടീമായിട്ട് വ്ലോഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ പലരും എന്നോട് ഒന്ന് ചോദിക്കാറുണ്ട്, ചേച്ചി എന്ത് കണ്ടന്റ് ആണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഫാമിലി വ്ലോഗ് തുടങ്ങട്ടെ. അപ്പൊ ഫാമിലി വ്ലോഗ് അല്ലെങ്കിൽ ടീമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആളുകളെ പിടിച്ചിരുത്തുന്ന ഏറ്റവും വലിയ ഒരു ഘടകം അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ആണ് കഥ പറയുക എന്നുള്ളത്. നമ്മൾ കഥാപാത്രങ്ങളായി കഴിയുമ്പോൾ ആ കഥാപാത്രങ്ങളെ സ്വാഭാവികമായിട്ടും ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഞാനൊരു ടീച്ചർ കഥാപാത്രം ചെയ്യുന്നു വിചാരിക്കുക, നല്ലവളായിട്ട് ഒരു ടീച്ചർ, കുട്ടികളെ സ്നേഹിക്കുന്ന ടീച്ചറാണെങ്കിൽ ആ ടീച്ചറിനെ ആളുകൾ ഉൾക്കൊള്ളും. പിന്നെ ടീച്ചറിന്റെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഓരോ കഥാപാത്രങ്ങളെ അവരടുത്ത് എന്താണ് സംഭവിക്കുന്നത്, ടീച്ചർ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത്, ഓരോ സംഭവങ്ങളെ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് കാണാനായിട്ട് ആളുകൾ ആകാംക്ഷയോടെ നിൽക്കും. നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങൾക്ക് പലപ്പോഴും തെറ്റിദ്ധാരണ വരാം, വലിയൊരു സെറ്റ് ഇട്ടാലോ ഒരുപാട് പണം മുടക്കിയാലോ മാത്രമേ നമുക്ക് ഒരു കഥ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തെറ്റി. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പല ചാനലുകളിൽ ആളുകൾ അനുഭവ കഥകൾ, ഇപ്പൊ നമ്മുടെ സഫാരി ചാനലിലൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ സന്തോഷ് ജോർജ് കുളങ്ങര സാറൊക്കെ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ ആകാംക്ഷയോടെ കേൾക്കുമല്ലേ. ഈ കഥ എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും മനുഷ്യന് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അപ്പം നമ്മൾ കഥാപാത്രങ്ങളായി മാറുമ്പോൾ ആളുകൾക്ക് നമ്മളിലേക്ക് കുറച്ചുകൂടെ അടുക്കും. അപ്പം പെട്ടെന്ന് തന്നെ ക്ലിക്കാവുന്ന ഒരു കണ്ടന്റ് ആണ് ഒരു സീരിയൽ. നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ വെച്ചിട്ട് സീരിയൽ, അതായത് ഒരു കഥയിൽ നിന്ന് ആ ഒരു കഥാപാത്രങ്ങൾ തന്നെ മറ്റൊരു ദിവസം മറ്റൊരു അനുഭവം പറയുന്നതിനെയാണ് നമ്മൾ സീരിയലായിട്ട് കൊണ്ടുവന്നത്. സിനിമ എന്ന് പറയുമ്പോൾ ആദ്യം തുടക്കം കാണിക്കുന്നു, ഇടയ്ക്കൊരു ട്വിസ്റ്റ് വരുന്നു, ലാസ്റ്റ് ക്ലൈമാക്സ് വരുന്നു. പക്ഷെ സീരിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് എത്ര നാൾ വേണ്ടില്ല കണ്ടന്റ് കൊണ്ടുപോകാമെന്നുള്ളതാണ്. പുതിയ പുതിയ കഥാപാത്രങ്ങൾ വരുന്നു. നമ്മളിപ്പോൾ റീൽസ് കാണാറുണ്ടല്ലേ, റീൽസിൽ എന്താ അന്നത്തെ ദിവസം സംഭവിക്കുന്ന ഒരു കാര്യം പറഞ്ഞു ഒരു ക്ലൈമാക്സ് എത്തി തീർന്നു. പക്ഷെ സീരിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവരുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ ആളുകൾ കയറി വരികയും പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാകുന്നതൊക്കെ നമ്മുടെ വീട്ടിന്റെ ചുറ്റുപാടുകൾ വെച്ച് നമുക്കുള്ള ആൾക്കാരെ വെച്ചിട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങൾ അത്യാവശ്യം നല്ല ക്രിയേറ്റീവ് ആണെങ്കിൽ കഥയൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് ആലോചിക്കുക, കഥാപാത്രങ്ങളെ നമ്മൾ സൃഷ്ടിക്കുക, അവരുടെ ജീവിതത്തിൽ വരുന്ന സംഭവങ്ങൾ നമ്മൾ അവതരിപ്പിക്കുക. ഇപ്പൊ ഇതിന് നമ്മൾ ഓർക്കും ഒത്തിരി ലൈറ്റ് മൈക്ക് ഭയങ്കരമായ സെറ്റപ്പ് ഒക്കെ വേണമെന്നില്ല. ഞാനിപ്പോൾ ഈ ഉപയോഗിച്ചേക്കുന്ന മൈക്ക് മതി.
ഓരോരുത്തരുടെ ഉടുപ്പിൽ അത് ഘടിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് വേണം ചെയ്യാം. അതാകുമ്പോൾ ഡബ്ബിങ് ഒഴിവാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡബ് ചെയ്തും നമ്മുടെ സൗണ്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള, അതായത് നമ്മുടെ കൂട്ടത്തിൽ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ഹോസ്റ്റലിലോ ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു വെബ് സീരീസ് ഒക്കെ ചെയ്യുന്ന ഒരു ചാനലാക്കി നമ്മുടെ ചാനലിൽ മാറ്റാനായിട്ട് പറ്റും. ഇനി നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നതിനെ ഇങ്ങനെ ക്യാപ്ഷൻ ആക്കി മാറ്റുന്നതെന്നാണ്. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഈ പച്ച കളറിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗാലറിയിലേക്ക് പോയി നമുക്ക് ആവശ്യമുള്ളൊരു വീഡിയോ സെലക്ട് ചെയ്യാം. ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്യാപ്ഷൻ എന്നൊരു ഓപ്ഷൻ വരും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം, സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എന്താണെങ്കിലും ഇതുപോലെ ക്യാപ്ഷനായിട്ട് കാണിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഈ ആപ്പ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഡിനോയ്സ് ചെയ്യാനായിട്ട്, അതായത് ശബ്ദം ഒഴിവാക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു ആപ്പ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് നല്ല സേഫ് ആയിട്ടുള്ള ആപ്പാണ്. അത്യാവശ്യം ഒച്ചപ്പാടും ബഹളവും ഒക്കെ നമുക്ക് അതിൽ കുറയ്ക്കാൻ പറ്റും. ഒരു മൈക്കും കൂടെ യൂസ് ചെയ്താൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത്യാവശ്യം ക്ലിയർ ആകാൻ പറ്റും. ഭയങ്കരമായ ബഹളങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ആപ്പ് നിങ്ങൾക്ക് ഞാനിവിടെ പറഞ്ഞു തരികയാണ്. നോയ്സ് ലാബ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഓഫ്ലൈൻ വീഡിയോ നമുക്ക് ഡിനോസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ റിമൂവ് വൈറ്റ് നോയ്സ്, ഏതൊക്കെ തരം നോയ്സ് ആണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കത് ഇഷ്ടമുള്ളത് ക്ലിക്ക് ചെയ്യാം. ഈ വൈറ്റ് നോയ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെയോ അല്ലെ AC-യുടെയോ അങ്ങനത്തെ ഉള്ള വോയിസ് ഒക്കെ അത്യാവശ്യം മാറിക്കിട്ടും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് നമ്മുടെ അത്യാവശ്യം ശല്യമായിട്ടുള്ള സൗണ്ടുകളൊക്കെ അതിൽ നിന്ന് മാറ്റി കിട്ടും. എന്നിട്ട് സേവ് ചെയ്യുക. നമുക്കിങ്ങനെ ഭംഗിയായിട്ട് ടെക്സ്റ്റുകൾ, ഇങ്ങനെ പൂക്കളും ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ചിട്ട് ഇപ്പം ഞാൻ വെൽക്കം എന്ന് കൊടുത്തേക്കുന്ന പോലെ എങ്ങനെ കൊടുക്കാൻ നോക്കാം. ഇൻഷോട്ട് ചെന്ന വീഡിയോ സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ വെൽക്കം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ മേളിലായിട്ട് ഒരു പെന്നിൻ്റെ ഒരു അടയാളം വന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് വേണ്ട മറ്റ് ഫീച്ചേഴ്സൊക്കെ ഇതിലേക്ക് വരും. അതായത് ബോർഡർ അതുണ്ടോ, ഈ കളർഫുൾ ആയിട്ടുള്ള ബോളിൽ ക്ലിക്ക് ചെയ്യാൻ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഫോണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ളതുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് നമുക്ക് ആദ്യമേ സെലക്ട് ചെയ്യാമല്ലേ. അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ളൊരു ഫോണ്ട് ഇത് നോക്കി ഏതാണെന്ന് വെച്ചാൽ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. ഇനി നമ്മുടെ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ബോർഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഫോണ്ട് എന്നുള്ളതിൻ്റെ തൊട്ടടുത്ത് അതേ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ടെക്സ്റ്റ്, ബോർഡർ, ഷാഡോ, ഗ്ലോ അങ്ങനെയൊക്കെ വരും. അതിൽ ഞാൻ ബോർഡറിൽ ക്ലിക്ക് ചെയ്തു, ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു. ഏറ്റവും താഴെ കണ്ടോ ഒരു സംഭവം ഇങ്ങനെ നീങ്ങിപ്പോകുന്നത്, അതിൽ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. നമുക്ക് എത്ര കടുപ്പത്തിലാണോ ബോർഡർ വേണ്ടത് അത് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് നമുക്ക് ഗ്ലോ കൊടുക്കാം അല്ലേ. അപ്പോൾ ഗ്ലോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് വെള്ള കളർ കൊടുത്തു. വെള്ള കളർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കൂട്ടി കൊടുത്തപ്പോഴത്തേനും വെൽക്കമിന് ചുറ്റും ഒരു പ്രകാശം പോലെ ഒരു വൈറ്റ് കളർ വന്നു. ഇനി നമുക്ക് സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫ്ലവറിന് അടിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവർ സെലക്ട് ചെയ്യാൻ വേണ്ടി ഫ്ലവർ, അതായത് സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുത്തത്. ആ ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി ഇഷ്ടമുള്ള ഫ്ലവർ എന്ന് അടിച്ചു കൊടുത്തപ്പോൾ ഫ്ലവർ വന്നു. ഇതിൽ ഇഷ്ടമുള്ള ഫ്ലവർ നമുക്ക് സെലക്ട് ചെയ്യാം. അനങ്ങുന്ന ഫ്ലവർ ഉണ്ട്, അനങ്ങാത്ത ഫ്ലവർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടം അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതാ പാകം എന്നുള്ളത് നോക്കി സെലക്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് വെച്ച് നോക്കാം ഏതാ ഭംഗിയായിട്ട് വരുന്നതെന്നുള്ളത്. അപ്പം ഞാൻ 2 പിങ്ക് ഫ്ലവർ വെച്ച് നോക്കി. ഇനി ഞാൻ അടുത്തത് ഒരു ബ്ലൂ ഫ്ലവർ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. നമ്മൾ ചിലപ്പോൾ തെറ്റായിട്ടൊക്കെ സെലക്ട് ചെയ്യില്ല. ഇപ്പോൾ ഈ ബ്ലൂ ഫ്ലവർ വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു എക്സ് എന്ന് പറഞ്ഞാൽ, അതായത് തെറ്റെന്നുള്ള അടയാളത്തിലൊരു ചുമപ്പ് കളർ ആരോ കണ്ടില്ലേ, ആരെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വേണ്ടെന്നൊക്കെ വെക്കാൻ പറ്റും. എന്നിട്ട് ഒരു പൂ കൂടെ സെലക്ട് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ട് ഇനി ബട്ടർഫ്ലൈ എന്ന് അടിച്ചു കൊടുത്തു. അപ്പോൾ ബട്ടർഫ്ലൈയുടെ വന്നു. അപ്പോൾ ബട്ടർഫ്ലൈയും എടുത്ത് ഞാൻ അവിടെ കൊടുത്തു. ഇതെല്ലാം സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് പൂക്കളും ബട്ടർഫ്ലൈ ഒക്കെ എടുത്ത് നമ്മൾ ഫിറ്റ് ചെയ്തു. അങ്ങനെ ടെക്സ്റ്റ് എഴുതി. ഞാനൊരു എഡിറ്റിംഗ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. എഡിറ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു ക്ലാസ്സാണ്. ഒറ്റത്തവണ നിങ്ങൾ ഫീസ് അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ക്ലാസ് റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് ഞാൻ സെൻഡ് ചെയ്ത് തരും. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. 299 രൂപയാണ് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് നിങ്ങൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളും അതിൻ്റെ ലിങ്കും താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. എന്നെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.